നമസ്തേ. ശ്രീധരൻ നമ്പൂരി തപോവൻ. അഘോരി എന്ന മാൻകൈൻഡ് ലിറ്ററേച്ചർ പുറത്തിറക്കിയ നോവൽ വാങ്ങി വായിച്ച് അതിൻ്റെ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞങ്ങളോട്ടുള്ള പുതിയ എഴുത്തുകാർക്ക് അത് വളരെ വലിയൊരു മൈലേജ് തരും. പ്രധാനമായിട്ടും അഘോരികളെ നാഗാ സന്യാസിമാർ അവരുടെ ജീവിതം അടിസ്ഥാനമാക്കിക്കൊണ്ട് രചിച്ചിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ നോവലാണ് അഘോരി. മാത്രമല്ല, ഈ നോവലിലൂടെ ഒരു സാധാരണ വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു ബോധ നിലവാരം വർദ്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെ ജീവിത വിജയം നേടാമെന്ന്, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരപരമായിട്ട് എങ്ങനെ ഒരാൾക്ക് വളരാമെന്ന് വളരെ ലളിതമായി വരച്ചു കാട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇതിൻ്റെ ഓരോ താളുകളും മറിച്ച് വായിക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് അല്ലെ ഒരു മിനിറ്റ് മുടക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടണം. എനിക്കും ഇത് വായിക്കുന്നവർക്കും ഏതെങ്കിലും രീതിയിലൊരു ആസ്വാദനപരമായിട്ടോ അല്ലെങ്കിൽ അറിവുപരമായിട്ടോ ആത്മീയപരമായിട്ടോ ബോധപരമായിട്ടോ വളർച്ചാപരമായിട്ടോ എങ്ങനെയെങ്കിലും ഒരു പ്രയോജനം, എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടണമെന്ന് വെച്ചിട്ടാണ് ഇതിൽ ഓരോ താളുകളും എഴുതാൻ ശ്രമിച്ചത്. കാരണം നിങ്ങളുടെ വിലയേറിയ സമയത്തിന് അത്രയും വാല്യൂ ഞാൻ കാണുന്നു. നിങ്ങൾ മാറ്റിവെക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മരിച്ചു പോകുന്നതിനിപ്പുറം മാറ്റിവെക്കുന്ന നിങ്ങളുടെ വിലയേറിയ ഒരു മിനിറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങേയറ്റം അത് നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരവസരമായി ഈ നോവലിലൂടെ ഞാൻ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അത് മാക്സിമം നമ്മൾ ആത്മാർത്ഥമായി അതിനോട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അത് പറയേണ്ടത് നിങ്ങളാണ്. അത് ഫലപ്രാപ്തിയിലെത്തിയോ ഇല്ലയോ എന്ന് പറയേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടെ നമ്മൾ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു നോവലിൽ AI ചിത്രങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തുള്ള ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രിൻ്റ് അടിച്ച് വന്നിട്ടുള്ളതിലെ കഥാപാത്രങ്ങളെയും നോവലിലെ കഥാസന്ദർഭങ്ങളെയും ഒക്കെ. പ്രധാനമായിട്ടും ഇതിലൂടെ നമ്മൾ പറയുന്ന ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന നാഗാ സന്യാസിമാർ നമ്മൾ അറിയപ്പെടാതെ എവിടെയോ ഉണ്ട്. ഹിമാലയ സാനുക്കളിൽ കുംഭമേളയ്ക്ക് മാത്രം പുറത്തേക്ക് വരുന്ന ഇവർ എന്ത് കഴിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, ഇതിന് എവിടെയാണുള്ളത്? നമ്മളൊരു വീഡിയോ ഫോട്ടോ ഒന്നും കാണുന്നില്ല. അപൂർവമായി വഴിതെറ്റി നടക്കുന്ന ചില ആൾക്കാരെ കാണുന്നല്ലാതെ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള യാതൊരു കാര്യങ്ങളും നമുക്കറിയില്ല. എന്നാൽ ഈ നോവലിൽ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്നു. അവരുടെ ജീവിത രീതികൾ ഒക്കെ ഈ കഥാപാത്രങ്ങളിലൂടെ പറയാൻ ശ്രമിക്കുന്നു. അവരുടെ കാഴ്ചപ്പാട്, ഫിലോസഫി, അതുപോലെ സാധനകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇതിൽ വിശദമായി പരാമർശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ വേറിട്ട ഒരു അനുഭവം എല്ലാവർക്കും ഈ നോവലിലൂടെ ലഭിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളേവരുടെയും പ്രാർത്ഥനയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.